ഹലോ നമസ്കാരം. മോൺസ്റ്റർ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് ഇന്നത്തെ വിഷയം എന്നല്ലേ? വിഷയം ഒന്നല്ല, എൻ്റെ നാട്ടിലൊരു മുത്തശ്ശി ഉണ്ട് കേട്ടോ. മുത്തശ്ശി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും എന്താ എൻ്റെ നാട്ടിലൊരു മുത്തശ്ശി ഉള്ളൂ എന്നല്ലേ. എന്നാൽ അങ്ങനെയല്ല. ഈ മുത്തശ്ശി എന്ന് പറയുന്നത് അവരുടെ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. കുറേ കാലങ്ങളായിട്ട് പറഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കണ മുതൽ തന്നെ ഈ മുത്തശ്ശിനെ എനിക്ക് അറിയുന്നതാണ്. അപ്പോൾ കാളിയമ്മ എന്നാണ് വിളിക്കണത്. നമ്മൾ കാളിയമ്മ എന്ന് വിളിച്ചിട്ട് അങ്ങനെ പറയണില്ല, ഞാൻ മുത്തശ്ശി എന്ന് പറയണുള്ളൂ. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ എടുക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് വേറെ ഒന്നല്ല. ഞാൻ അവിടെ നിന്ന് പോയി നോക്കിയിരുന്നു കേട്ടോ. മുത്തശ്ശിൻ്റെ വീട്ടിൽ നിന്ന് പോയി നോക്കിയിരുന്നു. അപ്പോൾ മുത്തശ്ശിക്ക് എന്തെങ്കിലുമൊക്കെ കിടപ്പിലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ പോയി നോക്കിയാണ്. അപ്പോൾ അവിടെ ചെന്നേക്ക് ഞാൻ മുത്തശ്ശിനെ വിളിച്ചു, ചോറൊക്കെ ഉണ്ടോ ചോദിച്ചു. അപ്പോൾ ചോറൊക്കെ ഉണ്ട്, അരിയും സാധനങ്ങളൊക്കെ ജസ്റ്റ് ഉണ്ടോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അരിയും സാധനങ്ങളൊന്നും ഇല്ല കുഞ്ഞെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടുന്ന് പറഞ്ഞു ഓക്കെ എന്നാൽ ഞാൻ കുറച്ച് സാധനം എനിക്ക് പറ്റണ കുറച്ച് എന്നാൽ കഴിയുന്നത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുന്നതിന് കുറച്ച് സാധനങ്ങളുള്ളൂ കേട്ടോ. അതൊക്കെ പോയിട്ട് ഞാൻ മുത്തശ്ശി കൊടുക്കാൻ പോവാണ്. അപ്പോൾ മുത്തശ്ശിനെ ഏതായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഏതായാലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഇരിക്കണ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ലൈക്ക് അടിക്കുക. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കണ്ട ശേഷം കമൻറ്റ് എന്തായാലും രേഖപ്പെടുത്തുക. ഓക്കെ, ഞാനൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ മറന്നു. ഈ മുത്തശ്ശിനെ ഞാൻ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്താനുള്ള കാരണം വേറെ ഒന്നുമല്ല. ഈ മുത്തശ്ശി എന്ന് പറയുന്നത് ജന്മന ഊമയായിരുന്നു. ഊമ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നില്ല, സംസാരിക്കാൻ കഴിവില്ലായിരുന്നു കേട്ടോ. അതായത് ഞാൻ സ്കൂളിൽ പഠിക്കണ എനിക്ക് അറിവ് വെക്കണ കാലം മുതലേ സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ടാണ് ഈ മുത്തശ്ശി സംസാരിക്കാൻ തുടങ്ങിയത്. അതിപ്പോൾ പറയണത് ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ പുലിവെട്ടി എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് മുത്തശ്ശി സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഏതായാലും ഞാൻ നാട്ടിലത്തെ ഒരു കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ വലിയ കാര്യങ്ങളൊന്നുമല്ല, കുറച്ച് അരി മേടിച്ചിട്ടുണ്ട്, ഒരു 3 കിലോ, പിന്നെ ഒരു കുറച്ച് പഞ്ചസാര, പയറ്, പപ്പടം, പിന്നെ തക്കാളി, കുമ്പളങ്ങ, ഇതൊക്കെ മേടിച്ചു. ഞാൻ ഇത് അവിടെ പോയിട്ട് മുത്തശ്ശിനോട് പറഞ്ഞപ്പോൾ അവിടെ സാധനങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോഴാണ് കടയിൽ പോയിട്ട് സാധനങ്ങൾ മേടിച്ചത്. അപ്പോൾ ഏതായാലും നമുക്ക് മുത്തശ്ശീൻ്റെ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ മുത്തശ്ശീൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധനം എടുത്തിട്ട് കാണിച്ചുതരാം, വീട് കാണിച്ചുതരാം. ഇതുണ്ടോ, അതാണ് കേട്ടോ മുത്തശ്ശീൻ്റെ വീട്. അതോ മുത്തശ്ശി അവിടെ നോക്കണൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ചെറിയൊരു വീട് കേട്ടോ മുത്തശ്ശീൻ്റെ, തേച്ചിട്ടൊന്നുമില്ല. മുത്തശ്ശീൻ്റെ സംസാരം ഇതൊക്കെ കേൾക്കപ്പോൾ നല്ല രസമാണ്. മുത്തശ്ശി എന്താണ്, സുഖാണോ ചോദിക്കുക? ചോറൊക്കെ ഉണ്ടോ? ചോറൊക്കെ ഉണ്ടാക്കണം. പിന്നെ ഞാൻ കരിഞ്ചന്ത അരി മേടിക്കലാണ്. എനിക്ക് റേഷനൊക്കെ ആയിട്ടൊന്നും ഇല്ലല്ലോ. റേഷൻ കാർഡൊന്നും ഇല്ലല്ലേ? കരടൊന്നും ഇല്ല. ഞാൻ പീടിയെന്ന് അരി മേടിക്കലാ. ഇതിപ്പോ പീടിയെന്ന് കുറച്ച് സാധനങ്ങളുണ്ട്. പീടിയെന്ന് കൊണ്ടുവരാ? വീടിന്ന് മേടിച്ചേ. ഇക്ക് മാത്രം കൊടുന്നത്? ഞാൻ മുത്തശ്ശിനെ കാണാൻ വന്നായിരുന്നേ. ആരും പറഞ്ഞിട്ടല്ലേ, എനിക്ക് തോന്നിയപ്പോ വന്നതാ. ഫോട്ടോ എടുക്കുക. എന്നിട്ട് മുത്തശ്ശി ഒറ്റയ്ക്കല്ലേ ഇവിടെ? ഞാൻ ഇവിടെ കിടക്കും. ചോറൊക്കെ ഉണ്ടല്ലേ? ചോറൊക്കെ ഞാൻ വെക്കും. പിന്നെ കട്ടിലൊക്കെ ഉണ്ട് കിടക്കാന്. ആ മുറിയില് കട്ടിലുണ്ട്. ആ മുറിയില് ഒന്നും നേരെ ആക്കിയിട്ടില്ല. ഇതൊന്നും നേരെ ആക്കിയില്ല. ഇപ്പൊ എവിടെ കറ്റിയപ്പോഴേക്കിനെ എന്റെ ഏട്ടൻ മരിച്ചു. അത് ഞാൻ ഇതിങ്ങനെ പിടിച്ചിങ്ങാണ്ട ഫോട്ടോ എടുക്കണ. ഫോട്ടോ എടുക്കൊന്നല്ല. പിന്നെ എന്തൊക്കെ മക്കളൊക്കെ? അപ്പോ എന്തൊക്കെ നല്ലത് തന്നെ. മുത്തശ്ശിന്റെ വീടത് കറണ്ടൊക്കെ ഉണ്ടല്ലേ? വെള്ളമൊക്കെ കിണറ്റിലുണ്ട്. വെള്ളം ഇതൊക്കെ കുട്ടികള് കൊണ്ടുവരും. പിന്നെ ഇത് മുത്തശ്ശി കിടക്കണ റൂമാണ്. ഒന്നും കാട്ടിയിട്ടില്ല. പെര കറ്റിയിട്ട പാടാണ്, ഒന്നും കാട്ടിയിട്ടില്ല. പിന്നെ അമ്മയ്ക്ക് ചടപ്പൊന്നുമില്ലല്ലോ. പിന്നെ കുട്ടന്റെ അമ്മയ്ക്ക് ചടപ്പൊന്നുമില്ലല്ലോ. അമ്മമ്മക്ക് ഇപ്പൊ വലിയ കുഴപ്പമില്ല. അങ്ങനെയൊക്കെ. മുത്തശ്ശിന്റെ ശരിക്കുള്ള പേരെന്താ? ശരിക്കുള്ള പേരെന്താ? എന്റെ പേര് കാലിക്കുട്ടി.
കാടിക്കുട്ടി. ആ എന്റെ പേരൊക്കെ അമ്മയ്ക്ക് അവർക്കൊക്കെ അതാ നിച്ചത്. എന്റെ വല്യമ്മേരെ പേരൊക്കെ. എത്ര വയസ്സായി ഇച്ചോ? ഇക്ക് 89 89 89 വയസ്സായി. ഈ ധനു തേഞ്ഞ 89. ഞാൻ ക്രിക്കറ്റ് നാളാ. ക്രിക്കറ്റ് നാളല്ലേ? 89 അപ്പൊ അമ്പലത്തേക്കൊക്കെ പോവാറില്ലേ? അമ്പലത്തേക്കൊക്കെ പോവാറില്ലേ? അമ്പലത്തേക്കൊന്നും ഞാൻ പോവലില്ലപ്പാ. നടക്കാൻ കഴിയാത്തോണ്ടാ? മഴ ആകാണ്ടതാമത്തിന് അന്ന് ഞാൻ കണ്ടായിരുന്നു. എന്റെ ഫോട്ടോ എടുക്കണുണ്ട്. ഫോട്ടോ എടുക്കാൻ നേരെക്കിട്ടൊന്നുമില്ല. ഇനിയിപ്പോ ചായ കുടിക്കാനായില്ലേ? ചായ കുടിക്കാനായില്ലേ? ചായ കാത്തലില്ല കുട്ടി. രാവിലെ ചായ ഉണ്ടാക്കും, മധുരം ഉണ്ടാവൂല. അപ്പൊ ചായ ഇവിടെ ഒറ്റയ്ക്ക് നിക്കുമ്പോ പേടിയാവൂലേ? മധുരം മേടിക്കാനൊക്കെ എന്റെ പൈസ വേണ്ടേ? മധുരം മധുരം ഞാൻ കുറച്ച് പഞ്ചസാര ഉണ്ട് അതില്. മണിക്ക് ചായ ഒന്നും ഉണ്ടാക്കൂല. രാവിലെ ചായ ഉണ്ടാക്കും. അത് മധുരമൊക്കെ കമ്മിയായിരം. മധുരം ഉണ്ടാവില്ല. അല്ല മുത്തശ്ശി, ഇവിടെ ഒറ്റയ്ക്ക് നിക്കുമ്പോഴേ പേടിയാവൂലേ? ഒറ്റയ്ക്ക് നിക്കുമ്പോ രാത്രിയൊക്കെ പേടിയാവൂലേ? അതെ. രാത്രി പേടിയാവൂലേ ഒറ്റയ്ക്ക് നിക്കുമ്പോ? കിടക്കുമ്പോ പേടിയാവുകയൊക്കെ ചെയ്ത്. ഈ വാതില് ശരിയല്ല, അത് അരയ്ക്കാൻ ശരിയല്ല. എന്നിട്ട് ഇതിന് എന്താ കുഴപ്പം? നോക്കട്ടോ, അച്ഛനേതായാലും ആശാരിയല്ലേ? അരയ്ക്കാൻ കഴിയില്ല. ഇത് ഈർപ്പം തട്ടിട്ടായതാ. പുറത്തുനിന്ന് അരയ്ക്കാനേ കഴിയുള്ളൂ, അകത്തുനിന്ന് അരയ്ക്കാൻ കഴിയില്ല. ഇവിടെ ലൈറ്റ് ഉണ്ടാ? ഇവിടെ ലൈറ്റ് ഉണ്ടല്ലോ. നോക്കട്ടോ, അത് അരയ്ക്കാൻ കഴിയില്ല. അപ്പൊ പേടി തന്നെയാണ്. അത് കുളത്ത് ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ അച്ഛനോട് പറയാട്ടോ. അച്ഛനോടേ പറയാ, അത് റെഡിയാക്കാനേ. അച്ഛൻ വന്നോളൂ. അച്ഛൻ ഏതായാലും ആശാരിയല്ലേ? മുത്തശ്ശിന്റെ വീടൊന്ന് ടോട്ടലൊന്ന് കാണിച്ചിട്ടോ. കിണറും കാര്യങ്ങളൊന്നും ഇല്ല തോന്നുന്നു, പൈപ്പാണ് കേട്ടോ. ഇത് മുത്തശ്ശിന്റെ ബാത്റൂമൊക്കെയാണ്. വാതിലൊക്കെ ഇങ്ങനെ ഉണ്ട് അവസ്ഥ. ഒറ്റയ്ക്കാണ്, ആരും നോക്കാനും കാര്യങ്ങളൊന്നും ഇല്ല. ഒറ്റയ്ക്കാണ് താമസവും. ഇതൊക്കെ കേട്ടോ മുത്തശ്ശിന്റെ വീടും കാര്യങ്ങളൊക്കെ. ഓടിട്ട വീടാണ്, തേച്ചിട്ടില്ല. മുത്തശ്ശി ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. മുത്തശ്ശിക്ക് നമ്മള് പറയണത് അങ്ങാണ്ട് ഇടയ്ക്കേ കേൾക്കുള്ളൂ. വയസ്സായതല്ലേ, 89 വയസ്സായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് പറ്റുന്ന രീതിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും മേടിച്ചെടുക്കും. അപ്പോൾ ഏതായാലും മുത്തശ്ശി സംസാരിച്ചോണ്ടിരിക്കട്ടോ. കട്ടൻ ചായ ഒന്നും വേണ്ട, ഞാൻ പോവാണേ. മുത്തശ്ശിക്ക് സന്തോഷായില്ലേ? ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചു തന്നിട്ടുള്ളൂ കേട്ടോ. അച്ഛനോട് പറയണ്ട, അതിന്റെ ഭാഗം അത് റെഡി ആക്കി തരാം കേട്ടോ. അത് വൈകുന്നേരം ആകുമ്പോ അരക്കാൻ പറ്റുന്നിട്ടേ. അത് റെഡി ആക്കി തരാം. വൈകുന്നേരം ആകുമ്പോ എനിക്ക് അരക്കുമ്പോ അവിടെ ഒരു ഇഷ്ടികര കഷ്ണം കൊണ്ടുവയ്ക്ക. പേടിച്ചിട്ട് കിടക്കാൻ പറ്റില്ല, പേടിയാണ് എനിക്ക്. രാത്രി അയ്യാ പേടിയാ. അത് അച്ഛനോട് പറഞ്ഞിട്ട് റെഡി ആക്കി തരാം കേട്ടോ. അപ്പൊ ഏതായാലും മുത്തശ്ശിനെ കണ്ടില്ലേ? അപ്പൊ ഇതാണ് മുത്തശ്ശിന്റെ വീട്. തേച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ ഏതായാലും നമുക്ക് പറ്റുന്ന പോലെ കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സന്തോഷമായി എന്ന് തോന്നുന്നു. ഫുൾ ടൈം ചിറിയാണ്, നല്ല സംസാരമാണ് കേട്ടോ. നമ്മളെന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ അങ്ങോട്ട് കേൾക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഏതായാലും എനിക്ക് സന്തോഷമായി, വളരെ സന്തോഷമായി കേട്ടോ. ഇങ്ങനെ ഒരു ചെറിയ ഉപകാരങ്ങളും കൊടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കുക, പിന്നെ നിങ്ങളെ വിലയേറിയ കമൻറ്റ് എന്തായാലും എഴുതി രേഖപ്പെടുത്തുക. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും സൈനിങ് ഔട്ട്.